ഒരു ചെറിയ ഇടം കിട്ടുമോ എന്ന പ്രതീക്ഷയോടെ ജോസഫും മറിയയും മുട്ടിയ വാതിലുകളെല്ലാം അവർക്ക് മുൻപിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു. മറിയത്തിൻ്റെ മുഖത്ത് ക്ഷീണം വർദ്ധിച്ചിരിക്കുന്നു. അവളുടെ പാദങ്ങൾ വല്ലാതെ വേദനിക്കുന്നു. ജോസഫിൻ്റെ മനസ്സിലാകട്ടെ ആശങ്കയും വ്യാകുലതയും നിറഞ്ഞു. തമ്മിലൊന്നും പറഞ്ഞില്ലെങ്കിലും എന്തോ വലിയ കാര്യത്തിന് തങ്ങളെ ഒരുക്കുകയാണെന്ന വിശ്വാസത്തോടെ മുൻപോട്ട് നീങ്ങിയ അവർക്ക് മുൻപിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനം തുറന്നു. അതെ, നാം എല്ലാവരും വിലക്കുറച്ച് കാണുന്ന കാലിത്തൊഴുത്ത്. മറിയം, ഇവിടെ നമുക്ക് ഒരു ചെറിയ അഭയം കിട്ടിയിരിക്കുന്നു. ഞാനിപ്പോൾ കുറച്ച് പുല്ലും ഒരു തുണിയും വിരിച്ചു തരാം. നീ കുറച്ച് വിശ്രമിക്കൂ. നന്ദി ജോസഫ്. ഞാൻ വളരെയധികം ക്ഷീണിതയാണ്. എനിക്കിപ്പോൾ അല്പം വേദന അനുഭവപ്പെടുന്നുണ്ട്. ദൈവമേ, എത്ര മഹത്തായ ദാനമാണ് നീ നൽകിയിരിക്കുന്നത്. ഇവൻ തന്നെയാണ് ലോകത്തിന് സമാധാനം നൽകുവാൻ വന്നിരിക്കുന്നത്. സ്വർഗത്തിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. പിറന്നിരിക്കുന്നു രക്ഷകൻ, കർത്താവായ ക്രിസ്തു. ജോസഫ്, ശക്തനായവൻ എന്നിൽ മഹത്തായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധമാണ്. ദൈവം നമുക്ക് വേണ്ടി മാത്രമല്ല, തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടേണ്ടതിനു വേണ്ടിയാണ് ഈ കുഞ്ഞിനെ നമുക്ക് തന്നിരിക്കുന്നത്. നോക്കൂ ജോസഫ്, ഇവന്റെ മുഖത്ത് ഞാൻ കാണുന്നത് ദൈവത്തിന്റെ സ്വന്തം പ്രകാശമാണ്. ഇനി നമ്മുടെ എല്ലാം ജീവിതം ഇവനിലൂടെ പുതിയതായി ഉദിക്കും. മറിയമേ, നീ പറയുന്നത് ശരിയാണ്. ഇവൻ ചെറിയ ശിശുവായാലും ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദാനമാണ്. നമുക്ക് ഇവനെ സ്നേഹത്തോടെ വളർത്താം. ദൈവത്തിന്റെ ചിത്തം നിറവേറട്ടെ. ഈ ചെറിയ കാലിത്തൊഴുത്തിൽ നിന്നും ഒഴുകുന്ന ശാന്തിയും സ്നേഹവും പ്രകാശവും നമ്മുടെ ജീവിതങ്ങളെയും പ്രതീക്ഷയാൽ നിറയ്ക്കട്ടെ. ഉണ്ണിയേശു വന്നത് ഒരു രാത്രിയെ മാത്രം മാറ്റാനല്ല, ലോകത്തിൻ്റെ മനസ്സിനെ സദാകാലവും പ്രകാശിപ്പിക്കാനാണ്. ദൈവം നമ്മോടൊപ്പമുണ്ടെങ്കിൽ ഏതിരുണ്ട രാത്രിയും പ്രകാശമുള്ളതായി തീരും.